കരിയർ ഗുരു നോക്കാം. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നവർക്ക് ചിട്ടയായ പരിശീലനം ചെറുപ്പത്തിലേ നൽകുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ചിരിക്കുന്നതാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി പഠനം. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ കരിയർ ഗുരു. കേരളത്തിൽ ഇപ്പോൾ +2 അഡ്മിഷന്റെ കാലമാണ്. സാധാരണ കുട്ടികൾ മാത്തമാറ്റിക്സ്, ബയോളജി അല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രൂപ്പുകളാണ് എടുക്കാറ്. എന്നാൽ കേരളത്തിലെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ചില പ്രത്യേക കോമ്പിനേഷനുകൾ കുട്ടികൾക്ക് ലഭ്യമാണ്. ഫിസിക്കൽ സയൻസസ്, ഇന്റഗ്രേറ്റഡ് സയൻസസ് എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലഭ്യമായിട്ടുള്ള കോഴ്സുകൾ. ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് പുറമെ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസുമാണ് പഠിപ്പിക്കുന്നത്. അതേസമയം ഇന്റഗ്രേറ്റഡ് സയൻസ് കോഴ്സിൽ ബയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് പുറമെ കമ്പ്യൂട്ടർ സയൻസും കൂടി പഠിപ്പിക്കും. ഈ 2 കോഴ്സുകൾക്കും സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല. അതേസമയം +2 തലത്തിലുള്ള ഇംഗ്ലീഷ് അതേപടി പഠിക്കേണ്ടതുണ്ട്. ഈ കോഴ്സുകൾ ചെയ്താൽ നിങ്ങൾക്ക് സാധാരണ +2കാർക്ക് ചേരാവുന്ന എല്ലാ കോഴ്സുകൾക്കും ചേരാൻ പറ്റും. എഞ്ചിനീയറിംഗ് എൻട്രൻസ്, നീറ്റ് മുതലായ പരീക്ഷകൾക്കും ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മതി. കേരളത്തിലെ പോളിടെക്നിക്കുകളിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ കുട്ടികൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി പ്രകാരം അഡ്മിഷൻ ലഭ്യമാണ്. ചില അപ്ലൈഡ് സയൻസ് കോളേജുകളിൽ ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി ചില സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കോഴ്സുകളിൽ ലബോറട്ടറി പരിശീലനത്തിനാണ് പ്രാമുഖ്യം. അതുകൊണ്ട് തന്നെ സാങ്കേതിക രംഗത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ കോഴ്സുകൾ വളരെ നല്ലതാണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ പലപ്പോഴും മറ്റ് +2കാരെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിൽ 15ഓളം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ IHRD ആണ് ഈ സ്കൂളുകളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾ അതത് സ്കൂളുകളിലോ IHRDയുടെ വെബ്സൈറ്റിലോ ലഭ്യമാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏകജാലക സംവിധാന പ്രകാരമല്ല, അതത് സ്കൂളുകൾ തന്നെയാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത്.